ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീസൺ 2ൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ വരികയാണ് അവിടേക്ക്. എന്നിട്ട് വിക്രത്തിനോട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. നിൻ്റെ പരോളിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സാറ് പറയും, നീ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴാണ് വിഷമം, നീ ഇങ്ങനെ നിൽക്കല്ലേ, ഒന്ന് ഉഷാറാവ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും, നിരാശയല്ല സാറേ, സങ്കടമാണ്. അമ്മയ്ക്ക് വയ്യാതായ സമയത്തൊന്നും അമ്മയുടെ കൂടെ നിൽക്കാനൊന്നും പറ്റിയില്ലല്ലോ, അതോർക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. നീ ഇപ്പോഴും ആ കാര്യം തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കില്ലേ വിക്രം, അമ്മയല്ലേ നഷ്ടമായിട്ടുള്ളൂ, അച്ഛനില്ലേ, നീ ഇപ്പം അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് അച്ഛന് അതൊരു ആശ്വാസം. പിന്നെ അത് മാത്രമല്ലല്ലോ, നിനക്ക് വേദയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമല്ലോ, അവളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയാലോ. അവളെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടും കാര്യമില്ല സർ, ഞാൻ എന്ന് പുറത്തിറങ്ങുന്നോ അന്നായിരിക്കും അവൾ വരിക. സാറ് പിന്നെ പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറത്തിറങ്ങിയാലും ഒരു ശത്രുതയ്ക്കും ഞാൻ പോവില്ല. എനിക്ക് അച്ഛൻ്റെ കൂടെ കുറച്ച് കാലം താമസിക്കണം, അല്ലാതെ ഞാൻ മറ്റൊന്നിനും. ശരി എന്നാൽ സാറേ, ഞാൻ എൻ്റെ ജോലി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിക്രം പിന്നെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയും സാബുവിനെയാണ് കേട്ടോ. ശ്രീകാന്ത് ആണെങ്കിലോ ഡൽഹിയിലായി ഏൽപ്പിച്ചിട്ടുള്ള ഗുണ്ടകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിലോ ശ്രീകാന്തിൻ്റെ ടെൻഷൻ കണ്ടിട്ട് സാബു ചോദിക്കും, എന്താ സാറേ എന്ന് ചോദിക്കുമ്പം ശ്രീകാന്ത് പറയും, അവർ ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോൾ സ്വിച്ച് ഓഫ്, ചിലപ്പം കട്ട് ചെയ്യുന്നു, ചിലപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇട്ട് കളിന്. സാറേ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവർക്ക് ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ഇരയെ കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അവരതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാവും, ഇനി അതൊക്കെ കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും. അങ്ങനെയല്ലടോ, അവൾ വേറെ ആരുടെ ഒരു പ്രൊട്ടക്ഷനിലാണെന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ വല്ലാതെ പറയുന്നു. സാറിന് ഇപ്പോഴും വല്ലാത്ത പേടിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, അങ്ങനെയല്ല, ദേവകിയുടെ 8ാമത്തെ പുത്രന് കംസൻ്റെ ജീവനെടുത്ത് ആ 8ാമത്തെ പുത്രൻ പിറന്നത് കംസൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവിടെയും അതുപോലെ വേദയുടെ കുഞ്ഞ് പിറന്നു കാണും എന്ന് എൻ്റെ മനസ്സ് ഇങ്ങനെ വല്ലാതെ പറയും. എന്നിട്ട് ശ്രീകാന്ത് പറയും, അവൾക്ക് ആരോ കാര്യമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, ആരായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ പറയുമ്പോൾ സാബ് പറയാണ്, അവൾക്ക് ആര് പ്രൊട്ടക്ഷൻ കൊടുക്കാനാ, അതും ഡൽഹിയിലൊക്കെ എന്ന് പറയുമ്പോൾ പറയും, എൻ്റെ അച്ഛൻ തന്നെ ആയിക്കൂടായില്ല, താന് കരുതുന്ന പോലെയല്ല, അച്ഛന് അവിടെയൊക്കെ നല്ല പിടിപാട്. അത്തരം കാര്യങ്ങളൊക്കെ കുറേ നേരം ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് തരുൺ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തരുൺ ഇങ്ങനെ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവിടേക്ക് അമ്മ കടന്നു വരികയാണ്. അപ്പം വേദയും അമ്മയും കടന്നു വരുന്നുണ്ട്. അപ്പം വേദയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട്, മോൾ ഇവിടെ നിന്നോ, ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോവുകയാണ്. തരുണിട്ട് കുഞ്ഞിനെ എടുക്കാൻ നോക്കുമ്പോൾ തരുൺ ചോദിക്കും, അമ്മ എവിടേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്? അത് വേദയുടെ അടുത്തേക്ക്. എന്തിനാ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? കുഞ്ഞ് ഇതുവരെ ഇവിടെ കിടന്നല്ലേ ഉറങ്ങിയത്, അത് മോനെ കുഞ്ഞ് രാത്രി എങ്ങാനും വിശന്ന് കരഞ്ഞാലോ, അതുകൊണ്ടാണ്, അത് കുഞ്ഞിൻ്റെ അമ്മ അടുത്തുണ്ടെങ്കിൽ ശരിയാകുമ്പോൾ. തരുൺ പറയും, അതിന് എൻ്റെ കുഞ്ഞിന് അമ്മയില്ലല്ലോ. വേദയാണെങ്കിലും ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ആ അമ്മ പറയാണ്, അമ്മയില്ലെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഒരാളുണ്ടല്ലോ. അപ്പം ഇങ്ങനെ തരുൺ പറയാണ്, അതൊരു അബദ്ധമായി എന്ന് ഇപ്പം എനിക്ക് തോന്നുകയാണ്. എന്തായാലും കുഞ്ഞിന് വൈകാതെ കുപ്പിപ്പാൽ കൊടുത്തു തുടങ്ങണം. ഇപ്പം തൽക്കാലം അമ്മ കൊണ്ടുപോയിക്കോ, ഇനി ഇത് കുപ്പിപ്പാൽ കൊടുത്ത് ശീലാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ കുഞ്ഞിനെ എടുത്ത് വേദയ്ക്ക് കൊടുക്കുക. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കട്ടിലിരുന്നിട്ട് വേദ ഇങ്ങനെ കരയാണ് ഓരോന്നൊക്കെ ആലോചിച്ച്. പിന്നെ വേഗം തൊട്ടിൽ കൊണ്ടുപോയി കിടത്തും കുഞ്ഞിനെ. എന്നിട്ട് അവൾ വിക്രമുമായിട്ട് അവളുടെ വീട്ടിൽ കഴിഞ്ഞ ആ കാലത്ത് വിക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരിക. സന്ദർഭത്തിൽ വിക്രം ഇങ്ങനെ വേദ ഗർഭിണിയാവുന്ന കാര്യത്തെക്കുറിച്ചും വയറ് വിരുത്തി ഇങ്ങനെ നടക്കുമ്പം വിക്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ അവർക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കും, ആ പെൺകുഞ്ഞിന് എന്ത് പേരിടണം, പേരൊക്കെ നമുക്ക് കണ്ടുവെക്കണം എന്നൊക്കെ വേദയുടെ അടുത്ത് പറയുമ്പം വേദ പറയും, പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് മുൻകൂട്ടി പേര് കണ്ടുവെക്കുകയോ അവർക്ക് കളിപ്പാട്ടോ കുഞ്ഞുടുപ്പൊന്നും വാങ്ങി വെക്കുകയോ ഒന്നും ചെയ്യരുതെന്നാണ് പറയാറ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനും അങ്ങനെ ആയിരിക്കും പറയണേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാരാണല്ലോ ആ കുഞ്ഞിനെ കൂടുതൽ സംരക്ഷിക്കുന്നത്. അപ്പം വേദ പറയും, അത് ശരിയല്ലേ, കുഞ്ഞെന്നല്ല മനുഷ്യരെന്നല്ല ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും അങ്ങനെ തന്നെയല്ലേ, അമ്മമാരുടെ സംരക്ഷണത്തിലാണല്ലോ കുഞ്ഞുങ്ങൾ കുട്ടിക്കാലത്ത് വളരുന്നത്. എന്നിട്ട് വേദ പറയും, സ്ത്രീകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടത് ആണോ? അപ്പം ഞങ്ങൾ പുരുഷന്മാരോ? നിങ്ങൾ വെറും ടൂൾസോ? അതെ, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോകം ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങൾ ആണോ?
അല്ലേ? ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിലെ യുദ്ധങ്ങളൊക്കെ ആണുങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും ധൈര്യം കാണിക്കുന്ന ആണുങ്ങൾക്ക് ഒരു കുഞ്ഞ് പിറന്നു വീണാൽ ആ കുഞ്ഞിനെ എടുക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാകാറില്ല. അപ്പോൾ വേദ പറയും, അങ്ങനെയൊന്നുമില്ല, പുരുഷന്മാർക്കും വളർത്താൻ പറ്റുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. അമ്മമാർ പ്രസവത്തോടെ മരിച്ചു പോകുന്ന എത്രയോ കുഞ്ഞുങ്ങളെ അച്ഛന്മാർ വളർത്തുന്നു. ഇനി ഞാനും അതുപോലെ പ്രസവത്തിൽ എന്നാലും മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ വളർത്തണ്ടേ എന്ന് പറയുമ്പം വിക്രം വേദയുടെ വായ പൊത്തിപ്പിടിക്കുകയാണ്. താൻ എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ ഇടയിലാണോ താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ വിക്രം. ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. പിന്നെ അവൾ താലി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അന്ന് വിക്രം അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ രംഗങ്ങളൊക്കെ വീണ്ടും അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. പിന്നെ ഇടുക്കിയിൽ വെച്ചിട്ട് ആ തോട്ടത്തിലിരുന്ന് രണ്ടുപേരും രാത്രിയിലിരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. വാൽമീകിയുടെ കഥയും അതുപോലെ ആ വാൽമീകി ആയതുപോലെ ഇപ്പം വാൽമീകി കവിയായതുപോലെ ഇപ്പം കാമുകനായി മാറിയതും അത്തരം രംഗങ്ങളൊക്കെ ഇങ്ങനെ വേദയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. വേദ ഇങ്ങനെ മനസ്സിൽ പറയാണ്, നമ്മൾ 2 ധ്രുവങ്ങളിലായിട്ടല്ലല്ലോ വിക്രം പിരിഞ്ഞു പോയത്, നമ്മൾ പല ധ്രുവങ്ങളിലായിട്ടാണല്ലോ പിരിഞ്ഞു പോയത് എന്നൊക്കെ ആലോചിച്ച് വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രം ഇങ്ങനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വിക്രത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ കടന്നു വരികയാണ്. വേദ ആ പെരുമഴയത്ത് രാത്രി വേദ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വന്നതും പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ നല്ല നല്ല നിമിഷങ്ങളൊക്കെ വിക്രത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. പല സമയങ്ങളിലായിട്ട് വിക്രം വേദയുടെ കഴുത്തിൽ താലി ചാർത്തിയതും അതുപോലെ ബൈക്കിൽ പോകുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ബ്രേക്ക് ഇട്ട സമയത്ത് വേദ കെട്ടിപ്പിടിച്ചതും അങ്ങനെയുള്ള നല്ല നല്ല അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിക്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.